ഹോം എവേ ഫ്രം ഹോം. UAE-യിലെ ഏറ്റവും ലക്ഷറി പെറ്റ് ഹോസ്റ്റൽ. ഇവിടെ പൂച്ചകളും പട്ടികളും സാധാരണ ജീവിതമല്ല, ലക്ഷറിയസ് ലൈഫാണ് നയിക്കുന്നത്. അതാണ് പെറ്റ് ഒയാസിസ് ഉമൽ ക്വീൻ ഷാർജ. ഹായ് ഫ്രണ്ട്സ്, ലാൽസിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യാത്ര പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ടാകാറുണ്ട്. നമ്മുടെ പെറ്റുകളെ എവിടെ സുരക്ഷിതമായി വിടാം? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് UAE-യിലെ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. ഇവിടെ നായ്ക്കളും പൂച്ചകളും പക്ഷികളും സാധാരണ ജീവിതമല്ല നയിക്കുന്നത്, നല്ല ലക്ഷറി ലൈഫാണ്. അതാണ് പെറ്റ് ഒയാസിസ്. ഇവിടെ എത്തിയപ്പോൾ ഒരു ഹോട്ടൽ പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് മനുഷ്യർക്കുള്ളതല്ല, നമ്മുടെ അരുമകൾക്കുള്ളതാണ്. ഷാർജയ്ക്ക് സമീപം ഉമൽ ക്വീൻ ഏരിയയിലുള്ളതാണ്. ഇവിടെ പെറ്റ് ബോർഡിംഗ്, ഗ്രൂമിംഗ്, വെറ്റിനറി കെയർ, പെറ്റ് സ്റ്റോർ എല്ലാം ഉണ്ട്. ഇത് ഡോക്ടർ എലിസബത്ത് തോമസിൻ്റെ സ്വന്തം പേരിലുള്ള ഹോസ്പിറ്റലാണ്. 2006 മുതൽ പെറ്റ് ഒയാസിസ് പ്രവർത്തിക്കുന്നുണ്ട്. പെറ്റ് ബോർഡിങ്, നിങ്ങളുടെ നായ, പൂച്ച എല്ലാത്തിനും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. AC റൂമുണ്ട്, സ്യൂട്ട്സ് ഉണ്ട്, പ്ലേ ഏരിയ ഉണ്ട്, ഡെയിലി എക്സർസൈസും ഇവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഗ്രൂമിംഗ് സർവീസസ്, ഹെയർ കട്ടിംഗ്, ബാത്തിങ്, നെയിൽ ട്രിമ്മിങ് ഇതൊക്കെ ചെയ്യാനായിട്ട് പ്രൊഫഷണലായിട്ടുള്ള ഗ്രൂമിംഗ് സ്റ്റാഫ് ഇവിടെ ലഭ്യമാണ്. അതുപോലെ വെറ്റിനറി കെയർ, ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്, വാക്സിനേഷനുണ്ട്, മെഡിക്കൽ അഡ്വൈസും ഉണ്ട്. പെറ്റ് ഷോപ്പ് ആൻഡ് സപ്ലൈസ്, ഡോഗ്, ക്യാറ്റിൻ്റെയൊക്കെ ഫുഡുണ്ട്, ബേഡ്സിൻ്റെയും ഫുഡുണ്ട്. പിന്നെ അവർക്ക് ആവശ്യമായ ലീഷ്, ടോയ്സ്, കേജസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം നല്ല വെൽ അറേഞ്ച്ഡ് ആണ്. എല്ലാം മനോഹരമായി അടുക്കി ഭംഗിയായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ കസേരകളിൽ കിടക്കുന്ന കുഷനിൽ പോലും പൂച്ചകളും പട്ടികളുടെയും പക്ഷികളുടെയും രൂപമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കിളികളുടെ കൂട്ടിലേക്കൊന്ന് കയറുകയാണ്. ഇവിടെ കിളികളും മറ്റുള്ള പെറ്റ്സുമെല്ലാം ഫ്രീ ആയിട്ട് ഓടിയും കളിച്ചുമൊക്കെ സന്തോഷമായി ചിലവഴിക്കുന്നു. ഇവയെ കാണുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നു. മരുഭൂമിയുടെ നടുവിലാണെങ്കിലും ചെടികളൊക്കെ മനോഹരമായി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആമയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ശാന്തനും സൗമ്യനുമായി കിടക്കുന്നു. 2 എണ്ണമുണ്ട്. ഇവിടെയെല്ലാം മയിലും കോഴികളും ഗിനിയെല്ലാം കാണാം. താറാവുകളുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്, ഇവിടുത്തെ വെറ്റിനറി ഡോക്ടർ ആവശ്യമായ സൂപ്പർവിഷൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെറ്റ്സ് എല്ലാം സേഫാണ്. സ്റ്റാഫ് വളരെ ഫ്രണ്ട്ലിയാണ്. അവർ പെറ്റ്സിനെ സ്വന്തം ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയാണ്
നോക്കുന്നത്. നല്ല ബഹളമാണ്, അവിടേക്ക് അടുത്ത് ചെല്ലാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് അപ്പം പേടി കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ്. ഇവിടെ പെറ്റ്സിനെ ഒന്നിച്ചാണോ ഇടുന്നത്? പട്ടിയുടെയും പൂച്ചയൊക്കെ താമസിപ്പിക്കുന്ന മുറി കണ്ടാൽ അതും AC റൂമാണ്. കട്ടിലുണ്ട്, വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരു ഹോസ്റ്റലിലോ താമസിക്കുന്ന പോലുള്ള ഒരുക്കിയിട്ടുണ്ട്. കളിക്കേണ്ടവർക്ക് വെള്ളത്തിലിറങ്ങി കളിക്കാം. അവിടെ ആടിക്കൊണ്ടിരിക്കേണ്ടവർക്ക് അവിടെ കസാരയിൽ ആടിയിരിക്കാം. ബോള് കളിക്കേണ്ടവർക്ക് വെള്ളത്തിലിറങ്ങി ബോള് കളിക്കാം. ഇതെല്ലാം പെറ്റ്സിൻ്റെ പ്ലേ ഏരിയയാണ്. കളിച്ച് രസിച്ച് നടക്കാൻ പറ്റിയ സ്ഥലങ്ങളാണിതൊക്കെ. നമ്മുടെ പെറ്റ്സിൻ്റെ ത്രെഡ്മില്ലൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലേ ഏരിയയൊക്കെ കയറി നടന്ന് കണ്ടു. ഇതിനകത്ത് പൂച്ചകളൊക്കെ ഉണ്ട്. എല്ലാവരും ശാന്തരായി ഇരിക്കുകയാണ്. ബോർഡിംഗ് ഏരിയയിൽ നിന്നിറങ്ങി ഞങ്ങൾ ക്ലിനിക്കിലേക്ക് പ്രവേശിക്കുകയാണ്. വിശാലമായ കെട്ടിടമാണ്. റിസപ്ഷൻ, കൺസൾട്ടിംഗ് റൂമാണ്. 3 കൺസൾട്ടിംഗ് റൂമുകളുണ്ട്. ഇത് ക്യാറ്റ്സിൻ്റെ കൺസൾട്ടിംഗ് റൂമാണ്. ഇത് ഡോഗ്സിൻ്റെ കൺസൾട്ടിംഗ് റൂമാണ്. കസ്റ്റമറുമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും വളരെ ശ്രദ്ധയോടെ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ റിസർച്ച് നടക്കുന്നുണ്ട്. ഡോക്ടർ അതിനകത്തുണ്ട്. സ്കാനിങ്ങിനോ മറ്റ് ട്രീറ്റ്മെൻറ്റിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കോൺഫറൻസ് ഹാളാണ്. മനോഹരമായ ചിത്രങ്ങളൊക്കെ ഭിത്തിയിലൊട്ടിച്ചിട്ടുണ്ട്. UAE 2025 എക്സലൻസ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ എലിസബത്ത് തോമസിനാണ്. ഇനി ഫുഡ് ആൻഡ് അക്സസറീസ് ഷോപ്പിലേക്ക് കയറുകയാണ്. ഡോക്ടർ എലിസബത്ത് തോമസിൻ്റെ ഹസ്ബൻഡ്
ശ്രീ കുരുവിള ഞങ്ങളോടൊപ്പമുണ്ട്. അദ്ദേഹം ഇവിടെ ഇൻഷുറൻസ് കമ്പനിയുടെ മാനേജരായിട്ട് വർക്ക് ചെയ്യുന്നു. വിശാലമായ ഒരു ഷോപ്പാണ്. പെറ്റ്സിന് ആവശ്യമായ സാധനങ്ങൾ പലതരത്തിലുള്ളത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കളിക്കാനുള്ളതും കഴിക്കാനുള്ളതും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തു വച്ചിരിക്കുന്നു. നമ്മുടെ മലയാളികളുടെ ഇടയിൽ വളരെ കുറച്ച് പേര് മാത്രമേ പെറ്റ്സിനെ ഇവിടെ വളർത്തുന്നുള്ളൂ. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ധാരാളം പേര് പെറ്റ്സിനെ വളർത്തുന്നുണ്ട്. അവരവധിക്ക് പോകുമ്പോഴെല്ലാം ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു പെറ്റിനെ വളർത്തണമെങ്കിൽ അല്പം ചിലവുള്ളതാണ്. 8-10 പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ മെയിൻ സ്ഥലത്ത് ബോർഡിങ്ങും ഗ്രൂമിങ്ങും പെറ്റ് ഷോപ്പും എല്ലാം ഒരുമിച്ചാണ്. ഇതല്ലാതെ തന്നെ റാസൽ ഖൈമയിൽ അൽ ഖാമറ ഫുൾ പെറ്റ് ഷോപ്പ് അവൈലബിൾ ആണ്. അതുപോലെ ഫുഡ് ആക്സസറീസ് ഗ്രൂമിങ് ഐറ്റംസ് എല്ലാം ഇവിടെ ലഭിക്കുന്നതാണ്. അബുദാബിയിലുള്ള മുഷ്റഫിൽ പെറ്റ് ഷോപ്പുണ്ട്, വെറ്റിനറി ക്ലിനിക്കിൻ്റെ, അതുപോലെ തന്നെ പെറ്റ് ടോയ്സ് ഗ്രൂമിങ് പ്രോഡക്ട്സ് എല്ലാം ഇവിടെ ലഭിക്കുന്നതാണ്. അജ്മാനിൽ അതുപോലെ തന്നെ മെയിൻലി വെറ്റിനറി സർവീസസ് എല്ലാം ചെറിയ സപ്ലൈ ഐറ്റംസ് എല്ലാം ലഭിക്കുന്നതാണ്. UAE മുഴുവൻ ഓൺലൈൻ ഡെലിവറി ഉണ്ട്. പെറ്റ് ഷോപ്പ് UAE ഓൺലൈൻ ഉണ്ട്. അതുപോലെ തന്നെ പെറ്റ് സോൺ ഓൺലൈൻ, ആമസോൺ വീട്ടിൽ തന്നെ അവർ സാധനങ്ങൾ എത്തിച്ചു തരും. സത്യം പറഞ്ഞാൽ ഇതൊരു പെറ്റ് ബോർഡിംഗ് പ്ലേസ് അല്ല, ഇത് പെറ്റ്സിൻ്റെ ഒരു സെക്കൻഡ് ഹോം തന്നെയാണ്. ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോവുക, ഇത്രയും പേർക്ക് ജോലി നൽകുക, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്സസറീസിൻ്റെ ഷോപ്പുകൾ പല സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ട് പോവുക, ഇതെല്ലാം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ എലിസബത്ത് തോമസിനും അതിന് എല്ലാ താങ്ങും തണലും നൽകി കൂടെ നിൽക്കുന്ന ശ്രീ കുരുളയ്ക്കും അല്ലെങ്കിൽ മോനിച്ചനും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ സ്ഥലങ്ങളിലും കയറി ഇറങ്ങി നടന്ന് എല്ലാ സാധനങ്ങളും കണ്ട് മനസ്സിലാക്കാനുള്ള സാവകാശം ഞങ്ങൾക്ക് ലഭിച്ചു. ഈ പെറ്റ് ഷോപ്പിനോട് ചേർന്ന് തന്നെ ഒരു കോഫി ഷോപ്പും ഉണ്ട്. ഈ മരുഭൂമിയുടെ മധ്യത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇരിക്കാൻ സാധിക്കും. നല്ല ബ്രാൻഡഡ് കോഫിയൊക്കെ നമുക്കിവിടെ കുടിക്കാവുന്നതാണ്. ഡോക്ടർ എലിസബത്ത് തോമസ് എന്തോ സീരിയസ് ഡിസ്കഷനിലൊക്കെയാണ്. പോയ കാലത്തിൻ്റെ പ്രതാപം വിളിച്ചോതുന്ന മേശയും കസാരയും, ഹൃദയം ഉള്ളിലുള്ള കാപ്പി വന്ന് ചേർന്നിട്ടുണ്ട്. കോട്ടയത്ത് പുതുപ്പള്ളി റബ്ബർ ബോർഡ് ജംഗ്ഷൻ എടുത്ത് കുഴിക്കാട്ട് പുത്തമ്പരിക്കൽ ശ്രീ PV കുരുള അല്ലെങ്കിൽ മോനിച്ചൻ, ഭാര്യ ഡോക്ടർ എലിസബത്ത് തോമസ് അല്ലെങ്കിൽ ഡോളിയുമാണ്. അവരോടൊന്നിച്ച് ഫോട്ടോയും ഒക്കെ എടുത്ത് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.
വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക്